നമസ്കാരം. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ക്യാൻസർ ബാധിതയായ രേണുസുധിയെ കാണാനും സഹായിക്കാനും വിവരങ്ങൾ കണ്ടും കേട്ടും നാനാഭാഗത്തു നിന്നും ആളുകൾ സുധിയിലേക്ക് എത്തുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലും എത്തുന്നുണ്ട്. പക്ഷേ കിച്ചു മാത്രം വരുന്നില്ല. രേണുവിനെ രോഗം സ്ഥിരീകരിച്ചു എന്ന് പ്രചരിച്ചപ്പോൾ മുതൽ രേണുവിനെ കാണാൻ പോകണമെന്ന് ആരാധകർ കിച്ചുവിനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് കമന്റുകളും ഉയർന്നോടെ കിച്ചു കഴിഞ്ഞ ദിവസം രേണുവിനെയും കുടുംബത്തെയും കാണാൻ ചെന്നു എത്രേ. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച് കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. സ്വന്തം യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും റീച്ചാക്കാൻ വേണ്ടി വിക്ടിം പ്ലേ കളിച്ചതാണ് കിച്ചു എന്ന രീതിയാണ് ഫേസ്ബുക്കിലെ കുറികൾ വന്നത്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: അമ്മ ഉപേക്ഷിച്ചു പോയ കൈക്കുഞ്ഞിനെ സ്റ്റേജിന് പിറകിൽ വരെ കിടത്തി കൊല്ലം സുധി വളർത്തിയെടുത്തുന്ന കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ കൂടെ രേണുവും ഉണ്ടായിരുന്നു. പ്രസവിച്ച മകനല്ലെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനായത് അവളും ഒരുപാട് കിച്ചുവിനെ സഹായിച്ചിട്ടുമുള്ളതാണ്. എന്നിട്ടും അവൻ്റെ യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും റീച്ചാക്കാൻ വേണ്ടി സ്വയം വിക്ടിം പ്ലേ കളിക്കുകയാണ്. രേണുവിനെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി കൊടുത്തു, പേജുകൾ വളർത്തിയെടുത്തു, സഹതാപ വോട്ടിനെല്ലാം തന്നെ ഏറ്റവും അധികം ഡിമാൻഡും കിട്ടി. അപ്പോഴും രേണു ഒന്നും മിണ്ടിയില്ല. രേണുവിന് കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും ആരും പറയാതെ തന്നെ ഒന്ന് കാണണം എന്നായിരുന്നു ആരാധകരും കിച്ചുവിനോട് പറഞ്ഞത്. അവൻ്റെ വീഡിയോയ്ക്ക് താഴെ അമ്മയെ പോയി കാണുമെന്ന കമൻറ്റുകൾ കുമിഞ്ഞു കൂടിയപ്പോൾ കഴിഞ്ഞ ദിവസം അവനൊരു വീഡിയോ ഇട്ടു. അതിങ്ങനെയാണ്: അപ്പോൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. കൊല്ലം സുധിയുടെ കഷ്ടപ്പെട്ട് വളർത്തിയ മകനാണ് രാഹുൽ. സ്വന്തം മകനല്ലെങ്കിലും അവനെ ഈ നിലയിൽ എത്തിക്കാൻ രേണുവും ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ രേണുവിന് കീമോതെറാപ്പി ആരംഭിച്ച സാഹചര്യത്തിൽ ആളുകൾ പറഞ്ഞിട്ടല്ല, സ്വന്തം ഉത്തരവാദിത്വത്തോടെ അവരെ പോയി കാണണമെന്നായിരുന്നു കിച്ചുവിനോട് പറയുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആളുകളുടെ മനസ്സിൽ കിച്ചുവിന് വലിയൊരു വാല്യൂ കൂടിയേനെ. സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി സ്വന്തം നിലപാടുകൾ മാറ്റുന്നതും വന്നവരെ മറക്കുന്നതും ശരിയല്ല. എത്ര വളർന്നാലും നമ്മൾ സ്നേഹിച്ചവരെ ചേർത്ത് പിടിക്കുന്നതിലാണ് കാര്യം. ഒരാളുടെ മോശം അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹമുള്ളവൻ. ഇനിയെങ്കിലും രേണു അമ്മയെയും അനിയനെയും കിച്ചു ചേർത്ത് പിടിക്കണമെന്നായിരുന്നു ആ കുറിപ്പ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. കിച്ചുവിനെ മുൻപ് വളരെയധികം ഇഷ്ടമായിരുന്നു, ഇപ്പോൾ വലിയ ആളായിപ്പോയി. അതിനുശേഷം രേണുവിനെ അവൻ മറന്നു. കൊല്ലം സുധിയെ വെച്ചല്ല ഈ രേണുവിനെയും വിക്ടിം കാർഡ് ഇറക്കി കളിച്ചത്. കിച്ചുളുവിൽ ഫെയിം ആയത് അത് തന്നെ ഇപ്പോൾ കിച്ചുവും ചെയ്തപ്പോൾ ഈക്വലായി. കിച്ചു നല്ല മോൻ തന്നെയാണ്. അവൻ വരാത്തതിലുള്ള പരിഭവം രേണു സോഷ്യൽ മീഡിയയിൽ പറയാതെ രണ്ടുപേരും പരസ്പരം ഫോൺ വിളിച്ച് സംസാരിച്ച് തീർത്താൽ മതിയായിരുന്നു. എങ്കിൽ ഈ പ്രശ്നം ഇത്രത്തോളം വഷളാകില്ലായിരുന്നു. കിച്ചു ഒരു നല്ല പയ്യൻ തന്നെയാണ്. രേണു ഇവനെ അങ്ങനെയാണ് ആക്കിയത്. രേണുവിന് മുൻകാല പ്രവർത്തികളെ ഇവൻ ഈ നിലയിൽ എത്തിച്ചത് എന്നിങ്ങനെ നീളുന്നു പോസ്റ്റിന് ലഭിച്ച ഒരുപാട് കമൻറ്റുകൾ. നിങ്ങൾക്ക് കിച്ചുവിനെയും രേണു സുധി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.